വാട്ട്സ് അപ്പ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ യെസ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. അതാണ് വൈറ്റാറിൻ്റെ കൊണ്ടോർ 2 സോ ബേസിക്കലി ഇത് ഞാൻ മേടിച്ച് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബൈക്കിൽ ഡഫിൾ ബാഗ് ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നുണ്ടായിരിക്കും. സോ ആ ഡഫിൾ ബാഗ് എനിക്ക് റോയൽ എൻഫീൽഡിൽ നിന്ന് കിട്ടിയതായിരുന്നു. സോ അത് വാട്ടർ പ്രൂഫോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പിന്നെ ഓവർ ദ പീരീഡ് ഓഫ് ടൈം അത് 3-4 റൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിലും മഴയെല്ലാം കൊണ്ട് മീൻസ് ബേസിക്കലി വെയിലും ഉണ്ടെല്ലാം ചൂടടിച്ച് ഫാബ്രിക് ഫെയ്ഡായി തുടങ്ങി. സോ ആ ഫാബ്രിക് ഇനിയിപ്പം കൂടുതലും ഞാൻ യൂസ് ചെയ്യണം, അത് കീറാൻ തുടങ്ങും. അതുമാത്രമല്ല അതത്ര സേഫും അല്ലായിരുന്നു, വാട്ടർ പ്രൂഫ് അല്ലാത്ത കാരണം. പിന്നെ ബഞ്ചി കോഡ് വെച്ച് കെട്ടുന്ന കാരണം അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ നമ്മൾ ബഞ്ചി കോഡ് വെച്ച് ടൈറ്റ് കാണുമല്ലോ, അകത്തുള്ള സാധനങ്ങളെല്ലാം ക്രമ്പിളായി തുടങ്ങും. മീൻസ് തുണിയൊക്കെ ചുളുങ്ങി പോയായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഹാർഡ് സാധനങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതും ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുമാത്രമല്ല അത് എപ്പോഴും അൺടൈഡി ആയിട്ടായിരുന്നു ബാക്കിൽ ഇരുന്നുകൊണ്ടിരുന്നത്. മീൻസ് എസ്തെറ്റിക്കലി നോക്കുമ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് അത്ര സുഖമില്ലായിരുന്നു. സോ ഫൈനലി ഞാൻ ഒരു സെമി ഹാർഡായിട്ടുള്ള ലൈക്ക് സാഡിൽ ബാഗ് മേടിച്ച് വൈറ്റാറിൻ്റെ കൊണ്ടോർ 2 ആൻഡ് ഇറ്റ്സ് 64 ലിറ്റർ ഡബിൾ, ലൈക്ക് 32 ലിറ്റർ ആണ് 1 ബാഗ്. ആൻഡ് ഇത് ഫുള്ളി വാട്ടർ പ്രൂഫാണ്. ഇതിനകത്ത് പല ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ഇതിനകത്ത് ഒരു റെയിൻ ലൈനർ കിട്ടും, ഞാൻ കാണിച്ചു തരാം. സോ റെയിൻ ലൈനർ, ഈവൻ ദ ബാഗ് ഇസ് ഫുള്ളി വാട്ടർ പ്രൂഫ്, നമുക്ക് ഈ റെയിൻ ലൈനറും നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ക്ലിപ്പുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ബേസ് ഇല്ലേ, ലൈക്ക് ഈ ബേസ് നമുക്ക് കട്ടിയാക്കാനുള്ള ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കിട്ടും. ഇതും ഫ്ലെക്സിബിളാണ്. നമുക്ക് വീട്ടിൽ ലൈക്ക് സ്ഥലമൊക്കെ കുറവ്. ഇപ്പം എൻ്റെ അൽമാരി മാത്രമേ ഉള്ളൂ എനിക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ. സോ ഇത് ഞാൻ ബാഗ് ഇങ്ങനെ പ്രസ്സാവും. ആൻഡ് നമുക്ക് ഒരു കോമ്പാക്റ്റ് ഏരിയയിൽ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ചെറിയ പോക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു ഹുക്കുണ്ട് നമുക്ക് കീ ഇട്ട് വെക്കാൻ. ആൻഡ് യെസ്, ഇവിടെ നമുക്ക് വേറൊരു പോക്കറ്റുണ്ട്. പ്ലെൻറ്റി ഓഫ് സ്പേസ് ആണ്, സ്പേസ് ഒന്നും ഒരു കുറവൊന്നുമില്ല. ആൻഡ് ഇവിടെ നമുക്ക് ലൈക്ക് എന്തെങ്കിലും ബ്രേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഗ്ലൗസൊക്കെ ഇവിടെ വെക്കാം. നേരത്തെ ഞാൻ ഇവിടെ വെച്ച് ഇവിടുന്ന് ഒരു ക്രാക്കൊക്കെ വന്ന് എനിക്ക് വൈസർ ചെയ്യേണ്ടി വന്നായിരുന്നു ബ്രേക്കൊക്കെ എടുക്കുന്ന സമയത്ത്. സോ ഇതും വൈറ്റാറിൻ്റെ ആണ്. ലൈക്ക് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എവിടെയും പോവാതിരിക്കാൻ, അല്ല വീഴാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വെക്കാം. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇതിപ്പം വീട്ടിൽ എന്താണ്ടൊക്കെ സാധനം ഞാൻ ഇത് കുത്തി കയറ്റിയേക്കുക ഡെമോ കാണിക്കാൻ വേണ്ടി. ആൻഡ് നമുക്ക് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ബോട്ടിലൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഇത് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് വൈറ്റാർ തന്നിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് വൈറ്റാറിൻ്റെ ഇവിടെ നമുക്ക് ലേബിളിംഗ് എല്ലാം കാണും. റബ്ബർ ലേബിളിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ എല്ലാം റിഫ്ലക്റ്റേഴ്സ്. സോ നൈറ്റെല്ലാം നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നല്ല രീതിക്ക് റിഫ്ലക്റ്റ് ആവും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വൈക്കേക്കിൻ്റെ സിബാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടഫ് ആൻഡ് ലൈക്ക് എല്ലാം ബ്രാൻഡഡ് കമ്പനീസ് ലൈക്ക് പ്യൂമ, നൈക്കി, വുഡ്ലാൻഡ്, ഈവൻ ഡിക്കാത്ലോണിൽ നോക്കി കിട്ടുന്ന സാധനങ്ങളെല്ലാം മീൻസ് മേജർലി നല്ല ബ്രാൻഡ്സ് എല്ലാം തന്നെ വൈക്കേക്കിൻ്റെ സിബാണ് യൂസ് ചെയ്യുന്നത്. സോ സെയിം സാധനങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. സോ ഇതിനകത്ത് ഞാൻ റിലൈനർ വെച്ചിട്ടില്ല. ഇതിനകത്ത് ഞാൻ സാധനങ്ങളെല്ലാം ഇങ്ങനെ കുത്തി കയറ്റി വെച്ചേക്കുവാണ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ നമുക്ക് വൈറ്റാറിൻ്റെ ലേബിളിങ്ങും അത് നേരത്തെ ഉണ്ടാവില്ല ചെറിയ പോക്കറ്റും. ഇതാണ് ഇതിൻ്റെ ലൈക്ക് കവർ. എന്നാലും ജസ്റ്റ് ഫോർ എ സേഫ്റ്റി, ഇൻ കേസ് എന്തെങ്കിലും പറ്റി പോവുക, ബാഗും എല്ലാം ഡാമേജ് ആവും. ഡാമേജിലേക്ക് ഞാൻ വരാം. വൈറ്റാർ അതിൽ നിന്നും കുറേ സൊല്യൂഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് റെയിൻ കവർ. ആൻഡ് യെസ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാൻ 2 കമ്പിളി വെച്ചേക്കാണ് ഇതിങ്ങനെ തുറന്നിരിക്കുക. സോ യെസ്, ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റിംഗ് സ്ട്രാപ്സ് ഓർ റബ്ബർ എന്ത് വേണേലും പറയാം. പിന്നെ ഇവിടെ ഇതെല്ലാം റിഫ്ലക്റ്റേഴ്സ് ആണ്. ഇതെല്ലാം നൈറ്റിൽ റിഫ്ലക്റ്റ് ആവുന്ന സംഭവം. പിന്നെ ഇവിടെ നമുക്ക് പോക്കറ്റുണ്ട്. ഇതിനകത്ത് ആ സെയിം പ്ലാസ്റ്റിക് സപ്പോർട്ടർ ഇവിടെ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഹുക്കിങ്ങിനെ കുറിച്ച് പറയാം. എന്ന് വെച്ചാൽ, ഇതിപ്പം നമുക്ക് ടൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ 2 ബാഗിലും ഇൻബിൽട്ട് ആയിട്ടുള്ള സ്ട്രാപ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, ഇതിൻ്റെ ബാക്ക് സപ്പോർട്ടായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് പെക്കിൽ നിന്ന് കെട്ടാനായിട്ട്. ഞാൻ ഇതിപ്പം ജസ്റ്റ് ഷോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഈവൻ ദോ നിങ്ങൾ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇത് വളരെ ഈസിയാണ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കാൻ. നമ്മുടെ പഴയ ബെൽറ്റൊക്കെ ഉണ്ടല്ലോ, ബക്കിളില്ലാത്ത ടൈറ്റ് ചെയ്യുന്നത്, ആ സെയിം മെക്കാനിസമാണ്.
ഒന്നെങ്കിൽ ഇങ്ങനെ കേട്ടല്ല, പിന്നെ ഇവിടുന്ന് അത് ഊരി നമുക്ക് ജസ്റ്റ് ഈ റോഡ് യൂസ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ടൈറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയായിരുന്നു ബൈക്കിൻ്റെ ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജിലേക്ക് വരാം. സോ കോണ്ടോർ 2 അപ്പ് എന്ന് വെച്ചാൽ ഒരു വലിയ ബാഗാണ്. ഇതിൻ്റെ തന്നെ സ്മോളർ വേർഷനും വരുന്നുണ്ട് കോണ്ടോറിൻ്റെ തന്നെ. സോ ഇത് എനിക്ക് കോസ്റ്റ് ചെയ്ത് 4500 ആണ്. ആൻഡ് ഐ ഗെസ് ഇതിൻ്റെ ചെറുത് വരുന്നത് 3800. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഐ ഗെസ് 46 ലിറ്റർ ഓർ സംതിങ്, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേഞ്ച്, നോട്ട് ഷുവർ. സോ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. സോ ഇനിയിപ്പോൾ ഈ ബാഗിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയാം. ഈ ബാഗ് സെമി ഹാർഡാണ്. സെമി ഹാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ചെറിയൊരു ഹാർഡ് മെറ്റീരിയൽ എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നല്ല ടഫ് ക്വാളിറ്റിയാണ്. സോ ഇത് സെമി ഹാർഡായി. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം ഭയങ്കര ടഫാണ്. ഈവൻ ദോ ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കാണുവാണ് നമുക്ക് ഏറ്റവും പ്രീമിയം ബ്രാൻഡ്സായ ലൈക്ക് ലഗേജ് ക്യാരി ചെയ്യുന്ന അങ്ങനത്തെ ബ്രാൻഡ്സിലൊക്കെ കാണുന്ന നല്ല ടഫായിട്ടുള്ള സംഭവമാണ് നമുക്ക് ഇതിൽ കാണുന്നത്. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങളൊരു ഹാർഡ് പാനിയറിലേക്ക് പോവാണ്, നിങ്ങളുടെ ബൈക്കിൻ്റെ വെയിറ്റ് കൂടും, നിങ്ങൾക്ക് ഹൈ സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല. ആൻഡ് ലൈക്ക് അത് മാത്രമല്ല, ഒരു പില്ലിയനെ വെച്ച് റൈഡ് ചെയ്യണേ അതും എക്സസീവ് വെയിറ്റ് ആവും. സോ ഈ ബാഗ് ഇവർ പ്രൊഡക്ഷനിൽ ഇറക്കിയപ്പം തന്നെ ഇവരുടെ മെയിൻ മോട്ടീവ് ഇതായിരുന്നു. കോണ്ടോർ 2 അപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആളെ പുറകെ ഇരുത്തിക്കൊണ്ട് 2 പേരുടെ ലഗേജ് വെച്ച് സുഖമായിട്ട് സ്മൂത്ത് റൈഡിങ് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വൈറ്റേറ കോണ്ടോർ 2 അപ്പ് ഇറക്കിയിരിക്കുന്നത്. വൈറ്റേറ ഈ കോണ്ടോർ 2 അപ്പ് മാത്രമല്ല, ഇവരുടെ എല്ലാ റേഞ്ചും ഇവർ ഫുൾ പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്ത് ആണ് ഇവർ ഓരോ ബൈക്കിന് വേണ്ടി പ്രൊഡക്ഷനിൽ കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ വാറൻറ്റിയിലേക്കും കാര്യങ്ങളിലേക്കും വരുവാണ്. നമുക്ക് 12 മന്ത്സിൻ്റെ, അതായത് 1 ഇയറിൻ്റെ വാറൻറ്റിയും കാര്യങ്ങളാണ് നമുക്ക് വൈറ്റേറ ഇതിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. എലിയൊക്കെ വന്ന് ബാഗിൽ കടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹോളും ഇല്ലാവോ എന്തെങ്കിലും ചെറിയൊരു ഡാമേജൊക്കെ ആവുകയാണ് നമ്മൾ വൈറ്റേറ കൊടുത്താൽ മതി, ഷിപ്പ് ചെയ്താൽ മതി. അവരതെല്ലാം റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ പാട്ടെന്ന് വെച്ച് നമുക്ക് തിരിച്ചയക്കുന്നതായിരിക്കും. അങ്ങനത്തെ വലിയ വലിയ ബെനിഫിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നമ്മളിവിടെ വലിയൊരു കോസ്റ്റാണ് ആക്ച്വലി സേവ് ചെയ്യുന്നത്. ഒരു പാനിയർ സെറ്റ് റോയൽ എൻഫീൽഡിന് മേടിക്കാൻ പോയാൽ 30,000 ആണ്. അതുമാത്രമല്ല വേറെയും കുറേ ബ്രാൻഡ്സ് ഉണ്ട്, അതിനൊക്കെ മേടിക്കാൻ പോയാൽ നമുക്ക് 25 to 30,000 നമുക്ക് ആ സാധനങ്ങൾ കിട്ടത്തുള്ളൂ. ഈ ബാഗ് നമ്മളതിൻ്റെ എന്താ പറയുന്നത്, ലെസ് ദാൻ 1/4 പ്രൈസാണ് നമ്മൾ ഈ ബാഗ് മേടിച്ചേക്കുന്നത്. 4500 എന്ന് പറയുന്നത് വളരെ ഒരു മിനിമലായിട്ടുള്ള ഒരു പ്രൈസാണ്. ഐ മീൻ അഫോർഡബിൾ പ്രൈസാണ് ഇങ്ങനത്തെ ഒരു ടൂറിങ് അല്ലെ ട്രാവലിംഗ് എന്ത് വേണേലും പറയാം, എക്സ്പെഡീഷൻ ബാഗ്സിന് വേണ്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ബാഗിനകത്ത് എന്ത് വേണമെങ്കിലും ക്യാരി ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് കൊണ്ടുപോകാം, ഏത് ഇലക്ട്രോണിക് ഐറ്റം വേണമെങ്കിലും കൊണ്ടുപോകാം. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പ് ക്യാരി ചെയ്യാം, കാരണം അത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള സാധനമാണ്. ഈവൻ ദോ നിങ്ങൾ ഭയങ്കര മിനിമലായിട്ടുള്ള നിങ്ങൾക്ക് ലൈക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ക്യാരി വേണേൽ ചെയ്യാം, ഫുള്ളി സേഫാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ ദോ ഒരു ക്രാഷ് ആയാലും ഇതിൽ നിന്ന് നല്ല രീതിക്ക് ആ ഇമ്പാക്റ്റ് എടുക്കാനുള്ളതുകൊണ്ട് നിങ്ങളുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും കേടാവത്തില്ല. ആൻഡ് യെസ്, ഈ ബാഗ് മൗണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു സാഡിൽ സ്റ്റേ മേടിക്കേണ്ടി വരും. ഇത് റോയൽ എൻഫീൽഡിൻ്റെ OEM സാഡിൽ സ്റ്റേ ആണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് സംതിങ് അറൗണ്ട് 3800 ആണ്. ബട്ട് നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ വേണ്ട, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ നിന്ന് വേണം പോകാമെങ്കിൽ അതൊന്നും പോകാം. സാന ഉണ്ട്. അതുമാത്രമല്ല വൈറ്റേറ തന്നെ ഹാർഡ് പാർട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അവർ ഈ പാനിയർ റീൽസും അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുവാണ്, വൈറ്റേറാൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ഇതെല്ലാം കാണാൻ പറ്റും. ആൻഡ് ഈ വീഡിയോ സ്പോൺസേർഡ് അല്ല, ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. കാരണം ഞാൻ വൈറ്റേറിൻ്റെ ട്രെയിൽ പാക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡൽഹി ടു കേരള യൂസ് ചെയ്തപ്പം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ച സംഭവമാണ് ഞാൻ വൈറ്റേറിൻ്റെ ഈ കോണ്ടോർ 2 അപ്പ്. സോ ഇതിൻ്റെ റിവ്യൂവും പിന്നെ എൻ്റെ ഗ്ലൗസിൻ്റെ റിവ്യൂവും ഞാൻ വേറെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. സോ ഇതൊക്കെയായിരുന്നു ഓവറോൾ റിവ്യൂവും കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് ഇത് മേടിക്കണേ, ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കുന്നതായിരിക്കും. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ബാഗ്, വർത്താണ് ഈ പ്രൈസിന്. പിന്നെ എസ്തെറ്റിക്കലി ഓൾസോ ദിസ് ലുക്സ് റിയലി ഗുഡ്. ലൈക്ക് വെറുതെ എന്തത് നമ്മൾ കുറേ പൈസ ചിലവാക്കി വേറൊരു വലിയ പാനിയേഴ്സ് മേടിക്കണം. നമുക്ക് ഈ പൈസയ്ക്ക് തന്നെ ലൈക്ക് നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന പ്രൈസിൽ തന്നെ നമുക്കിത് കിട്ടും. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് എ പേഴ്സണൽ ചോയ്സ്, നിങ്ങൾക്ക് ഹാർഡ് പാനിയേഴ്സ് വേണോ സെമി ഹാർഡ് പാനിയേഴ്സ് വേണമെന്ന്. പിന്നെ ഇത് ഊരി കഴിഞ്ഞാലും നമുക്ക് ക്യാരി ചെയ്യാൻ 2 ഹാൻഡിലൊക്കെ ഉണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ലൈക്ക്
സുഖമായിട്ട് ഈസിലി എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോകാം. സോ ഗൈസ്, ഇതൊക്കെ ആയിരുന്നു ഓവറോൾ റിവ്യൂവും കാര്യങ്ങളെല്ലാം Viaterra Condor 2 അപ്പിനെ കുറിച്ച്. ആൻഡ് ഞാൻ വേറെയും എൻ്റെ പ്രോഡക്ട്സും ഈ ബൈക്കിൽ ഇപ്പം മോഡ് ചെയ്തേക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നേരത്തെ പറഞ്ഞോളൂ, സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെൽ ഐക്കണും കൂടി നിൽക്കണം. സോ ദാറ്റ് വെൻ ഐ അപ്ലോഡ് ന്യൂ വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും ഏറ്റവും ആദ്യം കിട്ടുന്നതായിരിക്കും. ആൻഡ് ഐ വിൽ ട്രൈ ലൈക്ക് ചാനലിൽ കോൺസ്റ്റൻറ്റ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാൻ. സോ നിങ്ങൾക്കും റെഗുലർ അപ്ഡേറ്റ്സും കാര്യങ്ങളും ട്രാവലും പിന്നെ വേറെ ലൈക്ക് എവറിഥിങ് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ലാഗൊന്നും കൊണ്ടുവരാണ്ട് നോക്കാം. സോ ഗൈസ്, ടിൽ ദെൻ ബി സേഫ്, സ്റ്റേ ഹെൽതി. ഇറ്റ്സ് മീ ആർ സതീഷ് സൈനിങ് ഓഫ്.